എന്നുവെച്ചാ നമ്മൾ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത, ഇമോഷണലി നമ്മളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത കൂടിയാണ് ആ ഒരു വിമാനാപകടം. അതായത് അഹമ്മദാബാദിലെ ആ വിമാനാപകടത്തിൽ എല്ലാവരും മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അത് അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. അതോടെ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഇത് മാറിയിരിക്കുകയാണ്. അതായത് ഒരു വിമാനത്തിലെ എല്ലാ ആളുകളും മരിച്ചു എന്ന സുപ്രധാന വിവരം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ പറയുമെങ്കിൽ പോലും നമ്മൾ ഇതിന് എത്രത്തോളം നമ്മളിതിനകത്ത് ആഹ്, ബാക്കി കാര്യങ്ങൾ പറയണമെന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും ഈ ഒരു സമയത്ത് ഇതിനൊരു കാഠിന്യത്തെക്കുറിച്ച് പറയുക എന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് പറയാനില്ലെന്ന് തോന്നുന്നു. ഞാൻ ഞാൻ വളരെ പ്രതീക്ഷിച്ചിരുന്നു. ആരെങ്കിലും 130 പിന്നെ 170 പേർ മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപകടത്തിൽ കുറച്ച് പേർക്ക് പൊള്ളലേറ്റതോ, അങ്ങനെ എന്തെങ്കിലും ഗുരുതരമായ പരിക്കേറ്റ ആളുകളൊക്കെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരു ജീവന്റെ തരിയെങ്കിലും ആ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു. 242 ആളുകളും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ശരത്. എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്രയോ പ്രതീക്ഷകളോടെ ആയിരിക്കും ജോലി സ്ഥലത്തേക്ക് പോയ ആളുകളുണ്ടാവും. ബ്രിട്ടീഷ് പൗരന്മാരുണ്ട്. നിരവധി രാഷ്ട്രങ്ങളിലെ ആളുകളുണ്ട്. 10 കുട്ടികളും 10 2 കുട്ടികളുണ്ട്. കൈക്കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അതാണ് ഉണ്ട്. ഏറ്റവും 12 സങ്കടകരമായ കുട്ടികൾ കാര്യം. എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടെ പോയി. പ്രത്യേകിച്ച് മലയാളിയായൊരു നേഴ്സ് അവരുടെ രഞ്ജിത ഗോപകുമാരൻ നായർ. നായർന്ന് പറയുന്ന പത്തനംതിട്ടക്കാരി ഒരു നേഴ്സിന്റെ മരണം കൂടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ വേദന ഉണ്ടാവുന്നുണ്ട്. അന്ന് ഞാനിപ്പോൾ അവരുടെ വിഷ്വൽസ് എല്ലാം കാണുകയായിരുന്നു. ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു ശരത്ത്. അവർ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് 2 മക്കളുള്ള ഒരു അമ്മയാണ് അവർ. അവർ എത്രയോ പ്രതീക്ഷകളോടെ ആയിരിക്കും മക്കളെ ഉപേക്ഷിച്ച് നാട് വിട്ടു പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊരു അവസരത്തിൽ എല്ലാ പ്രതീക്ഷകളും ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അസ്തമിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. വളരെ ദുഃഖകരമായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ആളുകൾ മരിക്കുന്ന ആളുകൾക്ക് ഞാൻ എപ്പോഴും പറയുന്നു മരിക്കുന്ന ആൾക്ക് മരിച്ചാൽ മതി. പക്ഷേ അവരുണ്ടാക്കുന്നൊരു വാക്യൂം ഉണ്ട്. ആ ഒരു വാക്യൂം ഫില്ല് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന് ഇത് എന്ത് പറ്റി എന്നുള്ളൊരു വളരെ വേദനയാണ്. ഒരുപാട് വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ എത്തി നിരവധി തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും അതൊന്നും സംഭവിച്ചില്ല. കാര്യം വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. ശരത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഇന്ധനം ഉണ്ടായിരുന്നു വിമാനത്തിൽ. അതാണ് വലിയ 58,000 ലിറ്റർ ഇന്ധനമുണ്ടായിരുന്നു. മാത്രമല്ല ഇത് ഉയർന്നു പൊങ്ങി ആദ്യ നിമിഷങ്ങളിൽ തന്നെ അത് പൈലറ്റ് തിരിച്ചറിഞ്ഞു. ഉം. അതിന്റെ ലാൻഡിംഗ് ഗിയറുകൾ പ്രവർത്തിച്ചില്ല. അതുപോലെ തന്നെ ത്രസ്റ്ററുകൾ പിന്നെ ഉം. അതാണ് എഞ്ചിൻ ഉം. പ്രവർത്തിപ്പിക്കുന്ന ത്രസ്റ്ററുകൾ അതിനകത്ത് കൃത്യമായി പ്രവർത്തിച്ചില്ല. ഇതെല്ലാം തന്നെ എഞ്ചിനിലേക്ക് ഇത് വ്യാപിപ്പിച്ചു. ഒരു ചെറിയൊരു സ്പാർക്ക് മതിയാവും. പക്ഷെ അത് വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയാണ്. ഒരു വിമാനത്തിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും സാഹചര്യവും എല്ലാം എന്തുകൊണ്ടോ നമുക്ക് പ്രതികൂലമായി. ഒരു തീപ്പൊരി ആയിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രവർത്തനക്ഷമമായത് പ്രവർത്തനം നേരെ പ്രവർത്തിക്കാത്തത് കൊണ്ടായിരിക്കാം. അത് നേരെ ഇതിലേക്ക് വരുന്നു. ഇന്ധന ടാങ്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 58,000 ലിറ്ററോളം വരുന്ന ഒരു ഇന്ധന ടാങ്ക് മനസ്സിലാക്കുക. അതിലുണ്ടാകുന്ന പൊട്ടിത്തെറിയുടെ വ്യാപ്തി കൂട്ടി. മാത്രമല്ല ഈ സാധാരണ ഇത്തരത്തിൽ ഇന്ധനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ലാൻഡിങ്ങിനുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതായത് ഒരു പൈലറ്റിന്റെ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിക്കേണ്ട ഒരു സമയം കൂടിയാണത്. ഉം. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ സാധാരണ ഇത്തരം വരുമ്പോൾ തന്നെ ഈ ഇന്ധനം ആകാശത്ത് വെച്ച് തന്നെ അത് കൈകാര്യം ചെയ്ത് തീർക്കുക, ഉം. ഇന്ധനം കുറയ്ക്കുക എന്നുള്ള രീതിയാണ് സാധാരണ കൈക്കൊള്ളുന്നത് ഇത്രയും. പക്ഷേ ഇത് ടേക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പരമാവധി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ധനം കുറയ്ക്കാൻ സാധിച്ചില്ല. ആ ഏതാണ്ട് മുഴുവൻ അത്രയും അത്രയും വരുന്ന ആലോചിച്ച് നോക്കുക. അത്രയും വന്ന ഒരു ഇന്ധനത്തിലേക്ക് ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഒരു പൊട്ടിത്തെറി. അത് മൊത്തത്തിൽ ബാധിച്ചു. ഇതിന് ഏറ്റവും വിഷമകരമായ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിൽ മാത്രമല്ല ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം പരിസര പ്രദേശത്തിൽ ഉള്ളവർക്ക് എന്തെങ്കിലും പറ്റിയോ? നമുക്കറിയാം ആ ബിൽഡിംഗ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എംബിബിഎസ് വിദ്യാർത്ഥികൾ പഠിച്ച ആ ഒരു പിജി ഹോസ്റ്റൽ അതിന്റെ ക്യാന്റീനിന്റെ മെസ്സിലാണ് ഈ ഒരു വിമാനം ഇടിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇനി ആളുകൾ ഉണ്ടായിരുന്നോ? അവർക്കിനി എന്താണ് പറ്റിയത്? അങ്ങനെ ഒരു കാഷ്വാലിറ്റി ഇനിയും കൂടുമോ എന്നുള്ളൊരു ഭീതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെ പറയണം. അങ്ങനെ ഒരു രീതിയിലേക്ക് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മള് പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് ആളുകളുടെ പരമാവധി ആളുകൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അതെല്ലാം അതൊക്കെ നമ്മൾ പറഞ്ഞതെല്ലാം വെറുതെ ആകുന്നു. എന്തായാലും ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ആ കാഷ്വാലിറ്റികൾ ചുറ്റുമുള്ളവർ ഇത് പരിസര പ്രദേശങ്ങൾക്കുള്ളവർക്ക് അപകടമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു സമയത്തിൽ പറയാനുള്ളൂ.